ഓം വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ ബ്രഹ്മനിധേ വാസിഷ്ഠായ നമോ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ശ്രീ മഹാഭാരതം കിളിപ്പാട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, അതില് ഹസ്തിക പർവ്വത്തില് ഗരുഡോൽപത്തി എന്ന് പറയുന്ന ഭാഗമാണ് ഇന്ന് നമ്മൾ അനുസ്മരിക്കുന്നത്. ഗരുഡന്റെ ഉൽപ്പത്തിയെ പറ്റിയിട്ട് വർണ്ണിക്കുകയാണ്. അവിടെ ശരിയായ കാലമെത്തി പാകമായതിനു ശേഷമാണ് വിനിതയുടെ രണ്ടാമത്തെ അണ്ഡം വിരിഞ്ഞ് ഗരുഡൻ ജനിച്ചത് എന്ന്. കാരണം മൂത്ത സന്താനമായ അരുണൻ പാകമെത്താതെയാണ് ആ ജന്മം ഉണ്ടായത് എന്ന് നമ്മൾ നേരത്തെ കേട്ടു. അപ്പൊ ആ സമയത്ത് അരുണൻ കുപിതനായിക്കൊണ്ട് മാതാവിനെ ശപിച്ചു. പിന്നീട് അല്പം ക്ഷമ കാണിക്കുകയാണെങ്കിൽ യഥാ സമയത്ത് തനിക്കൊരു അനുജനുണ്ടാകുമ്പോൾ ശത്രുവിന്റെ ദാസ്യത്തിൽ നിന്ന് അമ്മയെ മോചിപ്പിക്കുമെന്ന് പിന്നീട് പറയുകയൊക്കെ ചെയ്തു, നമ്മൾ നേരത്തെ കേട്ടു. അതുകൊണ്ട് തന്നെ വിരത കാത്തിരുന്നു. യഥാസമയം എത്തിയപ്പോഴാണ് ഈ അണ്ഡം വിരിഞ്ഞ് ഗരുഡൻ ജനിക്കുന്നത്. കാമരൂപനും കാമഗതിയും കാമവീരനുമായിരിക്കുന്ന ആ പക്ഷിശ്രേഷ്ഠൻ അഗ്നിതേജസ്സോടു കൂടിയിട്ട് അതിതീഷ്ണനായിട്ട് പ്രശോഭിച്ചു. നേത്രങ്ങള് ചാലക സ്വഭാവമുള്ള ഇടിവാള് പോലെ തിളങ്ങി. പ്രളയാഗ്നിക്ക് സമാനമായിരിക്കുന്ന പ്രഭയോടെയാണ് ഗരുഡൻ വളർന്നു വന്നത്. അവനെ കണ്ടപ്പോഴ് ഭയന്ന ദേവന്മാര് അഗ്നിദേവനെ ശരണം പ്രാപിച്ച് പ്രാർത്ഥിക്കുകയുണ്ടായിരുന്നു. എന്താണ് അങ്ങിങ്ങനെ വർദ്ധിക്കുന്നത്? ഇങ്ങനെ വർദ്ധിച്ചു കഴിഞ്ഞാൽ ലോകമെല്ലാം വെന്ത് ചാമ്പലായിട്ട് മാറുമല്ലോ. എങ്ങും അഗ്നി പടരുകയാണല്ലോ. ഭഗവാൻ ശമിക്കണം, പ്രാർത്ഥിച്ചു. കാരണം ഗരുഡന്റെ അഭൗമമായിരിക്കുന്ന തേജസ് കണ്ടപ്പോൾ അവർ തെറ്റിദ്ധരിച്ചു അഗ്നിദേവനാണ് ഈ തേജസ് വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളത്. അതുകൊണ്ടാണ് അഗ്നിദേവനെ സമീപിച്ചവര് ഈ പ്രാർത്ഥനയൊക്കെ നടത്തിയത്. ഇവരുടെ പരിഭ്രമമൊക്കെ കണ്ടപ്പോഴ്, ദേവന്മാരുടെ പരിഭ്രമമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ അഗ്നിദേവൻ പറയുകയുണ്ടായി, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. എന്നോട് തുല്യമായിരിക്കുന്ന തേജസ്സായിരുന്ന ഇവൻ ഗരുഡനാണ്. ഇന്ന് ജനിച്ച ആ വിനതാപുത്രനായിരിക്കുന്ന ഗരുഡനാണ് അവൻ. അവന്റെ ആ തേജോപ്രഭയാണ് നിങ്ങളെ ഈ വിഭ്രമിപ്പിക്കുന്നത്. കശ്യപസുതനായിരിക്കുന്ന ഇവൻ ദേവകൾക്ക് ഹിതകാരിയായിട്ട് മാറും, അസുരന്മാർക്കും രക്ഷോഗണങ്ങൾക്കും ഒക്കെ അഹിതകാരിയുമായിട്ട് മാറും, സർപ്പക്ഷയകാരിയായിട്ട് വരും. അതിബലവാനാണ്, ഭയപ്പെടുകയൊന്നും വേണ്ട, എൻ്റെ കൂടെ വന്ന് അവനെ നിങ്ങൾ കാണുക. അങ്ങനെ ദേവന്മാരും മുനിമാരും ഒക്കെ വന്ന് ആ ഖഗേന്ദ്രനെ, ഗരുഡനെ വാഴ്ത്തിയിരുന്നു. ദേവന്മാര് അവന്റെ ആ തേജസ്സിന്റെ തീഷ്ണത കുറയ്ക്കാനായിട്ട് കേണ് അപേക്ഷിച്ചു, പ്രാർത്ഥിച്ചു. പരാപരനും അജയ്യനും വരദനുമായിരിക്കുന്ന ഭഗവാൻ ചെറിയുന്ന തേജസ്സില് ജഗമെല്ലാം ഇങ്ങനെ ചുട്ടുപൊള്ളിക്കൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രക്ഷിക്കണം, അല്ലയോ പ്രഭോ കരകരൂപ. ആകാശത്ത് ഭയം പൂണ്ട വിമാനചാരികള് മയങ്ങിയിരിക്കുന്നത് അങ്ങ് കാണുക. അങ്ങയുടെ പ്രഭാതീഷ്ണതയിൽ അവര് ഒഴിഞ്ഞു പോകുന്നു. കശ്യപന്റെ ഹൃദയാലുവും മുനിശ്രേഷ്ഠനുമായിരിക്കുന്ന കശ്യപന്റെ പുത്രനല്ലേ അങ്ങ്. ഞങ്ങളോട് കോപിക്കരുത്, ഞങ്ങളിൽ അങ്ങ് കനിയണം. ഇടിവെട്ടുന്ന പോലെയുള്ള ഘോര ശബ്ദം കൊണ്ട് ആകാശവും ദിക്കുകളും ദേവലോകവും ഭൂമിയോടൊപ്പവും നടുങ്ങി വിറയ്ക്കുന്നത് അങ്ങ് അറിയുന്നില്ലേ? അനലിന് അഗ്നിക്ക് സമാനമായിരിക്കുന്ന അങ്ങയുടെ ഈ ഉഗ്രമായിരിക്കുന്ന രൂപത്തെ ഒന്ന് കുറച്ചാലും. ഇങ്ങനെ ദേവകളുടെ പ്രാർത്ഥനയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ സുവർണൻ, ആ ഗരുഡൻ, സ്വന്തം ആ മഹസ്സിനെ, തേജസ്സിനെ കുറച്ചൊക്കെ ശമിപ്പിച്ചു, ഉപസംഹരിച്ചു. അങ്ങനെ തന്റെ തേജസ്സിനെയൊക്കെ ശമിപ്പിച്ചു, ദേവകൾക്ക് ശാന്തിയെ പ്രദാനം ചെയ്ത ആ ഗരുഡൻ പിന്നീട് അമ്മയുടെ അടുക്കലേക്ക് എത്തി. അമ്മയെ കാണണമെന്ന ആഗ്രഹത്തോടു കൂടിയിട്ട് ഗരുഡൻ വന്നു, അമ്മയെ കണ്ടു, നമസ്കരിച്ചു. ആ സമയത്ത് വിനത കദ്രുവിന്റെ ദാസിയായിട്ട് കഴിഞ്ഞു വരുന്ന സമയമാണ്.
ഒരു ദിവസം കദ്രുവിനെ നമസ്കരിച്ച് നിൽക്കുന്ന അമ്മയെ കണ്ടു ഗരുഡൻ, വിനതയെ കണ്ടു. വിനതയോട് കദ്രു പറയുന്നതും കേട്ടു. നാഗാലയം വളരെ മനോഹരമാണ്, കടലിന്റെ ഉള്ളിലുള്ള അത് എനിക്ക് കാണണമെന്നുണ്ട്, നീ എന്നെ അങ്ങോട്ട് എടുത്തുകൊണ്ട് പോകണം. അപ്പോൾ ഇങ്ങനെ കദ്രുവിന്റെ ഈ കൽപ്പനയെ കേട്ട് വിനത അവളെയും എടുത്തുകൊണ്ട്, അതോടൊപ്പം സർപ്പങ്ങളെ എടുക്കാനായിട്ട് ഗരുഡനോടും പറഞ്ഞു വിനത. അപ്പൊ അങ്ങനെ യാത്രയായി എന്നാണ്. ഗരുഡൻ സർപ്പങ്ങളെയൊക്കെ വഹിച്ചുകൊണ്ട് സൂര്യന്റെ നേർക്ക് പറന്ന് ഉയർന്നു. അമ്മ പറഞ്ഞതുകൊണ്ട് അതിനെ ലംഘിച്ചില്ല. സർപ്പങ്ങളെ മുഴുവൻ വഹിച്ചുകൊണ്ട് സൂര്യന്റെ നേർക്ക് അങ്ങോട്ട് പറന്ന് ഉയർന്നു. സൂര്യകിരണങ്ങൾ തട്ടി സർപ്പങ്ങൾ വീര്യമൊക്കെ കെട്ട് തളർന്ന് അവശരായിട്ട് മാറി. സൂര്യന്റെ ഉഗ്രമായിരിക്കുന്ന ചൂടിനെ സഹിക്കാനായിട്ട് അവർക്ക് ത്രാണി ഉണ്ടായില്ല എന്നാണ്. അപ്പോൾ ഈ മക്കളുടെ അരക്ഷിതാവസ്ഥ കണ്ട കദ്രു വേഗം തന്നെ ഇന്ദ്രനെ പ്രാർത്ഥിച്ചു, സ്തുതിച്ചു എന്നാണ്. കദ്രുവിന്റെ സ്തുതിയിൽ പ്രീതനായിട്ട് മാറിയ ഇന്ദ്രൻ വേഗം തന്നെ മഴയെ വർഷിക്കാൻ മേഘങ്ങളോട് ആജ്ഞാപിച്ചു. അപ്പൊ അങ്ങനെ ഇടിയും മിന്നലൊക്കെ ആയിട്ട് മേഘങ്ങൾ വന്ന് വർഷം ചൊരിയാൻ ഇടയായി. മഴ തുടങ്ങിയത് ഘോരമായിരിക്കുന്ന മഴ പെയ്തു. ആ മഴയില് സൂര്യചന്ദ്രന്മാരെ കെട്ടതുപോലെ തോന്നിച്ചു. മേഘങ്ങളൊക്കെ വന്ന് സൂര്യനെയൊക്കെ മറച്ചു. അപ്പോൾ ആ വർഷത്തില് ഈ സൂര്യജ്വാലയില് തളർന്നവശരായിരുന്ന ആ നാഗങ്ങൾക്ക് സന്തോഷമായി. അവര് പ്രകർഷം കൊണ്ടുവന്നു. അങ്ങനെ അമ്മയോടൊപ്പം രമണക ദ്വീപിലേക്ക്, രമണീയമായിരിക്കുന്ന ദ്വീപിലേക്ക് എത്തിച്ചു. അപ്പൊ ഗരുഡനാണ് അവരെ സർപ്പങ്ങളെ വഹിച്ചുകൊണ്ട് അവിടേക്ക് വന്നത്. അപ്പോൾ അങ്ങനെ ഗരുഡനെ സർപ്പങ്ങളെ വഹിച്ച് ഇവിടെ തനിക്ക് മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നില്ല എങ്കിലും അമ്മയുടെ ആജ്ഞയെ മാനിച്ചു ഗരുഡൻ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തു. അപ്പൊ നാഗങ്ങള് ആ ദ്വീപിലെ മനോഹരമായിരിക്കുന്ന കാഴ്ചകളെ കണ്ട് ആനന്ദിച്ചു. അത് കഴിഞ്ഞപ്പോൾ അവര് വീണ്ടും ഗരുഡനോട് പറയുകയാണ്, അല്ലയോ ഗരുഡ, നീ മനോഹരമായിരിക്കുന്ന ഇതുപോലെയുള്ള വേറെയും ദ്വീപുകളുണ്ട് ഇവിടെ, ആ ദ്വീപുകളിൽ ഓരോന്നിലും ഞങ്ങളെ നീ കൊണ്ടുപോകണം. അപ്പൊ ഇങ്ങനെ ഒരു കൽപ്പനാഭാവത്തിലുള്ള ഈ വാക്കുകൾ കേട്ട് കഴിഞ്ഞപ്പോൾ ഗരുഡന് കോപമുണ്ടായി എന്ന്. വേഗം അമ്മയുടെ അടുക്കൽ, വിനതയുടെ അടുക്കൽ ചെന്ന് ചോദിച്ചു, എന്തിനാണ് ഈ സർപ്പങ്ങള് നമ്മളോട് ഇങ്ങനെ ആജ്ഞാപിക്കുന്നത്? എന്തിനാണ് അമ്മ അവരെ ആ കൽപ്പനയെ അമ്മ മാനിക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു. അപ്പോഴാണ് വിനത പറഞ്ഞത്, ഞാന് എൻ്റെ ഹതഭാഗ്യം കൊണ്ട് കദ്രുവിന്റെ ദാസിയായിട്ട് മാറേണ്ട ഒരവസ്ഥ വന്നു. ഒരു മത്സരമൊക്കെ ഉണ്ടായി. ആ കഥകളൊക്കെ ഗരുഡനെ പറഞ്ഞ് കേൾപ്പിക്കുക. മത്സരത്തില് ഈ സർപ്പങ്ങള്, നാഗങ്ങൾ എന്നെ ചതിച്ചത് കൊണ്ട് ഞാൻ പരാജയപ്പെട്ടു. അപ്പൊ അങ്ങനെയാണ് ദാസിയായിട്ട് മാറിയത് കദ്രുവിന്റെ ഞാൻ എന്ന് വിനത തന്റെ ആ അവസ്ഥയെ പറഞ്ഞ് കേൾപ്പിച്ചു മകനെ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഗരുഡന് അഗാധമായിരിക്കുന്ന വിഷമമുണ്ടായി എന്ന്. വേഗം സർപ്പങ്ങളുടെ അടുക്കലേക്ക് ഇരുന്ന് ഗരുഡൻ ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ എന്ത് നൽകിയാലാണ് ഈ ദാസ്യത്തിൽ നിന്ന് എൻ്റെ അമ്മയെ നിങ്ങൾ മോചിപ്പിക്കുക? ഇതാണ് സർപ്പങ്ങളോട് എന്ന് ഗരുഡൻ ചോദിച്ചത്. ഇത് കേട്ടതോട് കൂടിയിട്ട് ആ സർപ്പങ്ങൾ പറയുകയുണ്ടായി, അല്ലെ ഗരുഡ, വേഗം തന്നെ നീ ആ അമൃത് കൊണ്ടുവന്ന്, ദേവലോകത്തിലുള്ള അമൃത് കൊണ്ടുവന്ന് ഞങ്ങൾക്ക് തരികയാണ് എങ്കിൽ ദാസ്യത്തിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കാം വിനതയെ. ഇത് കേട്ടതോട് കൂടിയിട്ട് അമ്മയുടെ അടുക്കൽ ചെന്നു ഗരുഡൻ. അമ്മയോട് പറഞ്ഞു, ഞാൻ ദേവലോകത്തിലേക്ക് പോവുകയാണ്, അവിടെ നിന്ന് അമൃത് കൊണ്ടുവന്ന് അമ്മയുടെ ഈ ദാസ്യം ഞാൻ മോചിപ്പിക്കുന്നുണ്ട്, അതിന് പരിഹാരം ഞാൻ കാണുന്നുണ്ട്. അപ്പൊ അങ്ങനെ വിനതയുടെ അടുക്കൽ ചെന്ന് ദേവലോകത്തിലേക്ക് പോകുകയാണ് എന്ന് മകൻ പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ ആ അമ്മ മകനോട് പറഞ്ഞു കൊടുത്തു, സമുദ്രത്തിന്റെ മധ്യത്തില് നിഷാദാലയമുണ്ട്, അവിടെ പ്രവേശിച്ചുകൊണ്ട് നിനക്ക് വിശക്കുന്നുവെങ്കിൽ അവിടെയുള്ള നിഷാദന്മാരെ കൊന്ന് നിഷാദന്മാരെ തിന്ന് നിന്റെ വിശപ്പ് നീ അടക്കുക, അങ്ങനെ അമൃതനായിട്ട് പുറപ്പെടുക. പക്ഷെ ഒരു കാരണവശാലും നീ ബ്രാഹ്മണരെ ദ്രോഹിക്കരുത്, ബ്രാഹ്മണരെ കൊല്ലാനായിട്ട്
പാടില്ല. അഗ്നിസമനായിരിക്കുന്ന ബ്രാഹ്മണൻ വത്യനല്ല. അഗ്നി, സൂര്യൻ, വിഷം എന്നിവ പോലെയാണ് കോപിച്ചിരിക്കുന്ന ഒരു ബ്രാഹ്മണൻ. സർവർക്കും ഗുരുവായിരിക്കുന്ന വിപ്രരില് ഉത്തമനായിരിക്കുന്ന ബ്രാഹ്മണൻ കോപിഷ്ഠനായാലും അവനെ കൊല്ലരുത്. അവനെ ഭക്ഷിച്ചു കഴിഞ്ഞാലോ അത് വയറ്റില് ദഹിക്കാതെ കിടക്കും, അവൻ ദഹിക്കുകയില്ല ഒരിക്കലും. നാഗങ്ങള് തന്നെ ചതിച്ച കഥയൊക്കെ ഓർത്തുകൊണ്ട് തന്റെ മകനെ ഇങ്ങനെ അനുഗ്രഹിച്ചുകൊണ്ട് മകനോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ബ്രാഹ്മണരെ ഒരിക്കലും ദ്രോഹിക്കരുത് എന്ന് പറഞ്ഞ് എന്താണ് ബ്രാഹ്മണന്റെ ലക്ഷണം എന്നൊക്കെ അവിടെ ഗരുഡൻ ചോദിക്കുന്നുണ്ട്. എന്തടയാളം ദ്വിജന്മാർക്ക് മാതാവേ? പറയുകയാണ് യജ്ഞോപവീതാദി ലക്ഷണം. യജ്ഞോപവീതം, പൂണുനൂല് പോലെയുള്ള ലക്ഷണങ്ങളൊക്കെ അടങ്ങിയിരിക്കുന്ന ആൾക്കാരാണ് ആ ബ്രാഹ്മണര്. അങ്ങനെയുള്ള സന്തുഷ്ടരായിരിക്കുന്ന ദ്വിജന്മാരെ വിഴുങ്ങുകയാണ് എങ്കിൽ നിന്റെ ഈ ആ അന്തരാളം അവിടെ വെന്തുപോകാൻ ഒക്കെ ഇടയാകും. അതുകൊണ്ട് ഭ്രഷ്ടനാണെങ്കിലും ദുഷ്ടനാണെങ്കിലും ദ്വിജകുലത്തെ നീ മാനിക്കുക തന്നെ വേണം എന്ന് പ്രത്യേകം ഗരുഡനോട് പറഞ്ഞിട്ടാണ് അവിടെ ആ മകനെ അമ്മ യാത്രയാക്കുന്നത്. അങ്ങനെ നീ നിരൂപിച്ചത് സാധിച്ചിവിടേക്ക് മാനമിയെന്ന് വിരയെ വരിക, നീ അനുഗ്രഹിച്ച് യാത്രയാക്കുക, ജയിച്ച് വരിക, അമൃതവുമായിട്ട് നീ തിരികെ വരിക എന്ന് മകനെ അനുഗ്രഹിച്ചുകൊണ്ട് ആ അമ്മ യാത്രയാക്കും. അപ്പൊ ഇങ്ങനെ ഗരുഡന്റെ ഉൽപ്പത്തിയും അമൃതനായിട്ടുള്ള ഗരുഡന്റെ യാത്രയുടെ ആ കാരണവും കൂടി ഈ ഭാഗത്തില് ബോധിപ്പിച്ചു. ഇനി നമ്മൾ ആ ദേവലോകത്തിലേക്കുള്ള ഗരുഡന്റെ യാത്രയെ പറ്റിയിട്ടൊക്കെയാണ് അടുത്ത ദിവസത്തിൽ കേൾക്കുക. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീകൃഷ്ണപാദാരവിന്ദാർപ്പണമസ്തു.